മലപ്പുറം കൊണ്ടോട്ടി മൊറയൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയുടെ കമ്മീഷൻ ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ കോൺഗ്രസ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. സമരം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ 300 കിടക്കവിരികൾ കൈമാറി. ചേറ്റുവ സ്വദേശി പ്രശാന്താണ് കിടക്കവിരികൾ സമർപ്പിച്ചത്. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ കിടക്കവിരികൾ ഏറ്റുവാങ്ങി. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവം വലിയകുന്ന് HALP സ്കൂളിൽ നടന്നു. ഇരുമ്പിളിയം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മലപ്പുറം പട്ടർനടക്കാവ് ബഡ് സ്പെഷ്യൽ സ്കൂളിന്റെ ചരിത്ര നേട്ടം. ഒളിമ്പിക്സിൽ സ്കൂൾ 3 സ്വർണ്ണ മെഡലും 4 വെങ്കല മെഡലും നേടി. വിജയികളെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മലപ്പുറം കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മേഖലാ യൂത്ത് കായിക മഹോത്സവം റോജി ജോൺ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കായിക അവബോധമുള്ള യുവസമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കായിക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ വെങ്കിടങ്ങ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവ പണ്ഡിതരെ ആദരിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ സോളാർ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 രൂപ ചെലവഴിച്ചാണ് സോളാർ സ്ഥാപിച്ചത്. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച അങ്കണവാടി ടീച്ചർ ശീതള സലാമിന് കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി ടീച്ചറായി സംസ്ഥാന സർക്കാർ ശീതള സലാമിനെ തെരഞ്ഞെടുത്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ശീതള സലാമിനെ പൊന്നാടി അണിയിച്ചു. തൃശൂർ അഴീക്കോട് IMLP സ്കൂളിൽ ശലഭോദ്യാനം സംഘടിപ്പിച്ചു. ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ നിർവഹിച്ചു.